കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചാണ്. പശ്ചിമേഷ്യ കത്തുമ്പോൾ ഇപ്പോൾ ലോകത്തിന്റെ മറുഭാഗത്ത് ലാറ്റിൻ അമേരിക്കയിലും അമേരിക്കൻ സൈന്യം യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെ മുൻപിലാണ്. പക്ഷേ ഇവിടെ ശത്രു ഒരു രാജ്യമല്ല, മറിച്ച് ലോകത്തെ വിറപ്പിക്കുന്ന ലഹരി മാഫിയയാണ്. അറസ്റ്റ് വേണ്ട, വിചാരണ വേണ്ട, കണ്ടയിടത്ത് വെച്ച് തകർക്കുക എന്ന ട്രംപിന്റെ പുതിയ നാർക്കോ വാർ നയം ലോകത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് ആണവായുധങ്ങൾ കയ്യിലുള്ള ഇറാൻ, മറുവശത്ത് കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തിയുള്ള ഡ്രഗ് കാർട്ടലുകൾ. അമേരിക്ക ഒരേ സമയം രണ്ട് വൻ ശക്തികളുമായി യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ആഗോള രാഷ്ട്രീയം എങ്ങോട്ടാണ് മാറുന്നത്? എന്താണ് ഈ ഒരു നാർക്കോ വാർ? ഇക്വഡോറിൽ അമേരിക്കൻ സൈന്യം ശരിക്കും ലക്ഷ്യമിടുന്നത് എന്താണ്? പരിശോധിക്കാം. നമുക്കറിയാം, ഇറാനിലെ സംഘർഷം കാരണം മിഡിൽ ഈസ്റ്റ് ആകെ ഭയത്തിലാണ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം തന്റെ സൈനിക ശ്രദ്ധ പശ്ചിമേഷ്യയിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ തീരങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. ഇക്വഡോർ എന്ന രാജ്യം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് അവിടെ നടക്കുന്ന US സൈനിക നടപടി മൂലമാണ്. മുൻപ് ലഹരിക്കടത്ത് പിടിക്കുന്നത് പോലീസിന്റെ പണിയായിരുന്നു, അവരുടെ മാത്രം പണിയായിരുന്നു. കപ്പലുകൾ തടയുക, ലഹരി പിടിച്ചെടുക്കുക, ആളുകളെ അറസ്റ്റ് ചെയ്യുക, ഇതായിരുന്നു രീതി. എന്നാൽ ഇപ്പോൾ എല്ലാം മാറി. ട്രംപിന്റെ പുതിയ നയം അനുസരിച്ച് ലഹരി കടത്തുന്ന യാനങ്ങൾ, അതായത് ഈ കപ്പലുകളെ കടലിൽ വെച്ച് തന്നെ തകർക്കാൻ സൈന്യത്തിന് ഷൂട്ട് ടു കിൽ ഓർഡർ നൽകിയിരിക്കുകയാണ്. ഇതിനെയാണ് സൈനിക ഭാഷയിൽ കൈനറ്റിക് സ്ട്രൈക്സ് എന്ന് വിളിക്കുന്നത്. അതായത് ചോദ്യം ചെയ്യില്ല, വിചാരണയില്ല, വെടിയുണ്ടകൾ മാത്രം മറുപടി. ഇത് കേവലം ഒരു പ്രാദേശികമായ ലഹരി വിരുദ്ധ ഓപ്പറേഷൻ എന്നതിലുപരി അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സൈനിക നയം മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തങ്ങളുടെ സൈനിക ശക്തിയെ മധ്യേഷ്യയിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ തീരങ്ങളിലേക്ക് കൂടി അതിവേഗം വ്യാപിപ്പിക്കുമ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് നാർക്കോ ഭീകരവാദം എന്ന പുതിയ ശത്രുവിനെതിരെയുള്ള തുറന്ന യുദ്ധത്തിനാണ്. ലഹരിക്കടത്ത് സംഘങ്ങളെ വെറും ക്രിമിനൽസ് ആയിട്ടല്ല, മറിച്ച് വിദേശ ഭീകര സംഘടനകളായിട്ട് മുദ്ര കുത്തിക്കൊണ്ടാണ് അമേരിക്ക ഈ നീക്കം നടത്തുന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഇക്വഡോർ ഈ പുതിയ യുദ്ധത്തിന്റെ കേന്ദ്രബിന്ദുവായത്? ഉത്തരം വളരെ സിമ്പിളാണ്. ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നൊബോവ തന്നെ വെളിപ്പെടുത്തിയതുപോലെ ലോകത്തെ കൊക്കെയിൻ സപ്ലൈയുടെ 70% പോകുന്നത് ഇക്വഡോറിലെ തുറമുഖങ്ങൾ വഴിയാണ്. ഒരു കാലത്ത് ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ശാന്തമായ രാജ്യമായിരുന്നു ഇക്വഡോർ. എന്നാൽ ഇന്ന് അവിടെ മെക്സിക്കൻ ഡ്രഗ് കാർട്ടലുകൾ താവളമടിച്ചിരിക്കുകയാണ്. ലോസ് ലോബോസ്, ലോസ് ചൊനേറോസ് തുടങ്ങിയ പ്രാദേശിക ഗുണ്ടാ സംഘങ്ങൾ അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളുടെ ഭാഗമായി മാറുകയും രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്തു. ഈ ഗ്യാങ്ങുകൾ ഇപ്പോൾ വെറും ഗുണ്ടകളല്ല, പകരം അവർ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു ബിസിനസ് നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ഈ സാഹചര്യത്തിലാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ കർക്കശമായ നിലപാട് വരുന്നത്. ക്രഷ് ദം, എലിമിനേറ്റ് ദം. ഈ ഗ്രൂപ്പുകളെ അമേരിക്ക ഇപ്പോൾ FTO, ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അഥവാ വിദേശ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടെ അവരെ നേരിടാൻ സൈന്യത്തിന് പൂർണ്ണമായ അധികാരവും ലഭിച്ചു. മെക്സിക്കോയിലെ സിനലോവ കാർട്ടൽ, ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ തുടങ്ങിയ വമ്പൻ ലഹരി മാഫിയകളുമായി ഇക്വഡോറിലെ ഈ സംഘങ്ങൾക്കുള്ള അടുത്ത ബന്ധം ലാറ്റിൻ അമേരിക്കയെ മുഴുവൻ ഒരു യുദ്ധകളമാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മെക്സിക്കോയിലുണ്ടായ കലാപങ്ങൾ ഇത്തരം സംഘങ്ങളുടെ ശക്തി തെളിയിക്കുന്നതായിരുന്നു. അതിനാൽ തന്നെ ഇത് കേവലം ഇക്വഡോറിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് അമേരിക്കയുടെ അതിർത്തികളിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതിന്റെ സ്രോതസ് തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. ഇക്വഡോർ പ്രതിരോധ മന്ത്രാലയം ഈ സൈനിക നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പരമാധികാര രാജ്യത്തിന്റെ മണ്ണിലും ജലത്തിലും വിദേശ സൈന്യം നടത്തുന്ന ഇത്തരം ഓപ്പറേഷനുകൾ ഭാവിയിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷനിൽ അമേരിക്ക ഒപ്പുവെച്ചിട്ടില്ല എന്ന വസ്തുത ഇത്തരം നടപടികൾക്ക് അവർക്ക് താൽക്കാലികമായ ഇളവ് നൽകുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടും. ഒരു രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മറ്റൊരു രാജ്യം സൈനിക ഇടപെടൽ നടത്തുന്നത് ആഗോള ക്രമത്തെ ബാധിക്കാനിടയുണ്ട്. മയക്കുമരുന്ന് കടത്തിനെ ഭീകരവാദമായി കണക്കാക്കി മിസൈലുകൾ ഉപയോഗിച്ച് നേരിടുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കുറ്റവാളികളെ പിടികൂടി വിചാരണ ചെയ്യുന്നതിന് പകരം വധിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന വാദവും ശക്തമാണ്. ഇതുകൂടാതെ ഇക്വഡോറിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ സൈനിക നീക്കം വലിയ ഭീതിയാണ് പടർത്തുന്നത്. അമേരിക്കൻ ഡ്രോണുകൾ തങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ സമാധാനപരമായ ഒരു ജീവിതം അവർക്ക് എങ്ങനെ സാധ്യമാകും? നമ്മൾ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ലഹരിക്കെതിരെയുള്ള യുദ്ധങ്ങൾ, വാർ ഓൺ ഡ്രഗ്സ്, പലപ്പോഴും പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ. 80കളിൽ റീഗൻ ഭരണകൂടം ഇത് പരീക്ഷിച്ചതാണ്. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഒരു തലവൻ കൊല്ലപ്പെടുമ്പോൾ മറ്റൊരു തലവൻ അവിടെ ഉയർന്നു വരുന്നു. റീഗൻ ഭരണകൂടം ആരംഭിച്ച നീക്കങ്ങൾ മുതൽ പിൽക്കാലത്തുണ്ടായ സൈനിക ഇടപെടലുകൾ വരെ ലഹരിയുടെ ഒഴുക്ക് തടയുന്നതിൽ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. പണം കായ്ക്കുന്ന ഈ മാഫിയ ശൃംഖലകൾ ഒരു തലവൻ വീഴുമ്പോൾ മറ്റൊരു തലവനെ സൃഷ്ടിച്ചുകൊണ്ട് അതിജീവനം തുടരും. പുരാണങ്ങളിലെ ഹൈഡ്ര എന്ന രാക്ഷസനെ പോലെ ഒരു തല വെട്ടുമ്പോൾ പകരം പല തലകൾ മുളയ്ക്കുന്ന ഈ പ്രതിഭാസത്തെ സൈനിക ശക്തി കൊണ്ട് മാത്രം നേരിടാനാകുമോ എന്നതാണ് സംശയം ഇപ്പോൾ.
ലഹരിമരുന്നിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള സാമൂഹികമായ മാറ്റങ്ങൾക്കും ചികിത്സാ രീതികൾക്കും പകരം തോക്കുകൾക്ക് മുൻഗണന നൽകുന്നത് താൽക്കാലിക വിജയങ്ങൾ നൽകിയേക്കാം. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ അക്രമത്തിലേക്ക് മാത്രമേ നയിക്കൂ. ഇനി ഒരേ സമയം ലോകത്തിന്റെ 2 വശങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയുടെ സാമ്പത്തിക നിലയെ ബാധിക്കില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായും ബാധിക്കും. പശ്ചിമേഷ്യയിൽ ഇറാനെ നേരിടുമ്പോൾ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ ഡ്രഗ് കാർട്ടലുകളെ നേരിടുന്നത് US സൈന്യത്തിന്റെ ശേഷിയെ പരീക്ഷിക്കുന്ന ഒന്നാണ്. എങ്കിലും ട്രംപിന്റെ അനുയായികൾക്കിടയിൽ ഈ നീക്കത്തിന് വലിയ സ്വീകാര്യതയുണ്ട്. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കും അതുപോലെ അമേരിക്കയിലെ യുവതലമുറയെ നശിപ്പിക്കുന്ന ലഹരി മരുന്നിന്റെ ഉറവിടം തന്നെ തകർക്കുക എന്നതുമാണ് ലക്ഷ്യമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മെക്സിക്കോ അതിർത്തിയിലും കടുത്ത നിയന്ത്രണങ്ങൾ വരാൻ പോവുകയാണ്. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ മാസ്റ്റർ പ്ലാൻ ലോകത്തെ ഒരു പുതിയ യുദ്ധക്രമത്തിലേക്ക് മാറ്റിമറിക്കുകയാണ്. പക്ഷേ ഇക്വഡോറിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനപരമായ ഭാവിക്കും വേണ്ടിയാണ് ഈ പോരാട്ടമെന്ന് അവിടുത്തെ സൈനിക നേതൃത്വം അവകാശപ്പെടുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ഭീതിയുണ്ട്. അടുത്തതായി അമേരിക്കയുടെ ഈ പുതിയ പടയൊരുക്കം ലാറ്റിൻ അമേരിക്കയിലെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. നാർക്കോ ഭീകരവാദം എന്ന ലേബൽ ഉപയോഗിച്ച് കൂടുതൽ രാജ്യങ്ങളിൽ സൈനിക ഇടപെടലുകൾ നടത്താൻ ട്രംപ് ഭരണകൂടം തയ്യാറായേക്കാം. ഇത് പ്രദേശത്തെ ജനാധിപത്യ സംവിധാനങ്ങളെയും പരമാധികാരത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങൾ ഡ്രോണുകളിലേക്കും മിസൈലുകളിലേക്കും ചുരുങ്ങുമ്പോൾ ലഹരി മാഫിയകൾക്കെതിരെയുള്ള ഈ പോരാട്ടം സങ്കീർണമായ ഒരു ഗറില്ല യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒന്ന്, ഇക്വഡോറിലെ സൈനിക ഇടപെടൽ കൊളംബിയയിലേക്കും മെക്സിക്കോയിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, ചൈനയും റഷ്യയും ഇതിനെതിരെ അന്താരാഷ്ട്ര വേദികളിൽ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. 3, ലഹരി മാഫിയകൾ ഡ്രോണുകളും അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ ലാറ്റിൻ അമേരിക്ക ഒരു രക്തരൂക്ഷിതമായ ഗറില്ല യുദ്ധത്തിലേക്ക് മാറും. പ്രവാസികൾ, പ്രത്യേകിച്ച് ഈ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ ട്രാവൽ അഡ്വൈസറികൾ ശ്രദ്ധിക്കുക. ഇക്വഡോറിലെ ഈ പുതിയ സൈനിക ഘട്ടം അമേരിക്കയുടെ വിദേശ നയത്തിലെ വലിയൊരു മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ശത്രു രാജ്യങ്ങളെ നേരിടുന്ന അതേ ഗൗരവത്തോടെ കുറ്റവാളി സംഘങ്ങളെയും നേരിടുക എന്ന ഈ രീതി വിജയിച്ചാൽ അത് ലോകമെമ്പാടുമുള്ള ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പുതിയൊരു മാതൃക ആയേക്കാം. എന്നാൽ ഇത് പരാജയപ്പെടുകയോ കൂടുതൽ ജീവൻ അപഹരിക്കുകയോ ചെയ്താൽ അത് അമേരിക്കയുടെ നയതന്ത്ര പരാജയമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഈ ആയുധമെടുക്കൽ ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ചുരുക്കത്തിൽ ലോകം ഒരു വശത്ത് ആണവ യുദ്ധത്തിന്റെ നിഴലിലും മറുവശത്ത് ലഹരി യുദ്ധത്തിന്റെ തീജ്വാലയിലുമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.